പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് കറുപ്പ് കാണാൻ പോയിരുന്ന് സമയം കളഞ്ഞത് മാത്രം മിച്ചം. കറുപ്പൊട്ട് റിലീഫായോ ഇല്ല. രാവിലെ പറഞ്ഞു ഉച്ചയ്ക്ക് റിലീഫ് ആകുമെന്ന്, ഉച്ചയ്ക്ക് പറഞ്ഞു വൈകുന്നേരം റിലീഫ് ആകുമെന്ന്. ഏതായാലും ഇന്ന് റിലീഫ് പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ നാളത്തേക്ക് സൂര്യ നായകനായ കറുപ്പ് മാറ്റിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്നലെ റിലീഫായി. ഇന്നലെ പ്രീമിയർ ഷോ നമ്മൾ കണ്ട അതിരടി എന്ന ടൊവിനോ, ബേസിൽ ജോസഫ്, പിന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ, ഇവരൊക്കെ ഷാൻ റഹ്മാൻ, ഇവരൊക്കെ അഭിനയിച്ച അതിരടി, അതിൻ്റെ റിവ്യൂ ഞാനിട്ടിരുന്നു. ഒരു മികച്ച എൻ്റർടൈനർ തന്നെയാണ് അതിരടി എന്ന ചിത്രം. നമുക്ക് സന്തോഷകരമായി കണ്ടുകൊണ്ടിരിക്കാവുന്ന ചിത്രമാണ്. അങ്ങനെ ഇതിൻ്റെ കളക്ഷൻ എന്താണ് എന്നൊക്കെ പലരും ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ മികച്ച രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ പ്രീമിയർ ഷോയിൽ നിന്ന് മാത്രം 60 ലക്ഷത്തിന് മുകളിലാണ് ഇത് കളക്ട് ചെയ്തതെങ്കിൽ ഇന്ന് ട്രാക്കിംഗ് കളക്ഷൻ വരുമ്പോൾ ഏകദേശം 3,51,00,000 ഇതിൻ്റെ ട്രാക്കിംഗ് മാത്രം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായി 5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നലെ 60 ലക്ഷം കൂടെ ചേർത്ത് ഏകദേശം 6 കോടിക്കടുത്ത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിരടി എന്ന ടൊവിനോ, ബേസിൽ, വിനീത് ശ്രീനിവാസൻ കോംബോയിൽ ഒന്നിച്ച ചിത്രം കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവരുടെ എല്ലാം കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ തന്നെയാണ് ഈ 6 കോടി എന്ന് പറയുന്നത്. കേരളത്തിൽ 6 കോടി നേടുകയാണെങ്കിൽ വേൾഡ് വൈഡും അത് ഏകദേശം അതിനേക്കാൾ കൂടുതലായിരിക്കും. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ കണ്ടുവരുന്ന സാധനം. കാരണം കേരളത്തിൽ നിന്നേക്കാൾ മികച്ച കളക്ഷൻ തന്നെയായിരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ നേടുന്നത്. അതുതന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 7-8 കോടിയെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം നേടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 14 റേഞ്ചിൽ ചിത്രം നമ്മൾ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 13-14 റേഞ്ചിൽ വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മികച്ച പ്രതികരണം തന്നെയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് കിട്ടിയത്. പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് കൂടുതലായിട്ട് വന്നത്. അതിൻ്റെ ടിക്കറ്റ് ബുക്കിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 15,000 ടിക്കറ്റൊക്കെ മണിക്കൂറിൽ വിറ്റ് മാറുന്നുണ്ട് ഈ ചിത്രം. അങ്ങനെ ബേസിൽ, ടൊവിനോ, നമ്മുടെ വിനീത് ശ്രീനിവാസൻ ചിത്രം മികച്ച രീതിയിൽ തന്നെ കളക്ട് ചെയ്ത് മുന്നേറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, അല്ലേ? സൂര്യയുടെ കറുപ്പ് കാണാൻ പോയി എന്ന് നമുക്ക് ആകെപ്പാടെ പ്രശ്നമായിരുന്നു. അതെല്ലാം അതിരടി മാറിത്തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കറുപ്പ് വരാത്തത് എനിക്ക് തോന്നുന്നു അതിരടിക്ക് ഒരു പടി വരെ ഗുണമായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ പുതിയ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇന്ന് നമ്മൾ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പം അതിരടി മികച്ച രീതിയിൽ കളക്ട് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിരടി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.